പഹൽഗാം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, ആ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഏകദേശം 6.5 കിലോമീറ്ററോളം മാറിക്കിടക്കുന്ന പ്രദേശമാണ് ഈ ബേസൻ വാലി എന്ന് പറയുന്നത്. ബേസൻ വാലിയിലേക്ക് നടന്നു പോകേണ്ടി വരും, അഥവാ ട്രെക്കിംഗ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ പോണിപ്പുറത്ത്, കുതിരപ്പുറത്താണ് സഞ്ചരിക്കേണ്ടി വരിക. അതും പഹൽഗാമിൽ നിന്ന് നേരിട്ടല്ല സഞ്ചാരം. പഹൽഗാമിൽ നിന്ന് ബൈസൻ വാലിയിലേക്ക് വളഞ്ഞു ചുറ്റി 6.5 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് എത്തുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് മനോഹരമായ സ്ഥലമാണ് ഈ ബേസൻ വാലി എന്ന് പറയുന്നത്. അവിടെ മനോഹരമായി കുതിരപ്പുറത്ത് പോകുമ്പോൾ മനോഹരമായ ചില കാഴ്ചകൾ കൂടിയുണ്ട്. ഇതേപോലെയുള്ള പൈൻ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. മനോഹരമായ ഒരു ഡെസ്റ്റിനേഷനാണ് ഈ പഹൽഗാം എന്ന് പറയുന്നത്. സാധാരണ തണുപ്പ് കാലത്ത് ചെല്ലുകയാണെങ്കിൽ മനോഹരമായ ഈ സ്ഥലത്ത് മഞ്ഞ് പുതച്ചു കിടക്കുന്ന പ്രദേശം പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. പൈൻ മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് എന്നത് പ്രേക്ഷകർക്ക് കാണാം. ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതയാണ്. ഞാനതിൻ്റെ ചില ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണിക്കാം. പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 6.5 കിലോമീറ്റർ സഞ്ചരിച്ചെത്തുന്ന മനോഹരമായ ഈ ബൈസരൻ വാലി എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ബോളിവുഡ് സിനിമയ്ക്ക് പശ്ചാത്തലമായിരുന്നു. ഈ പ്രദേശങ്ങളിലേക്ക് എത്തിയ 27ഓളം വിനോദസഞ്ചാരികളെയാണ് ഭീകരവാദികൾ ലക്ഷ്യമിട്ടത്. ഈ കാണുന്നതൊക്കെ പൈൻ ഫോറസ്റ്റുകളാണ്. ആ പൈൻ ഫോറസ്റ്റുകൾക്കിടയിൽ ദൂരെ പ്രേക്ഷകർക്ക് കാർഗിൽ, ദ്രാസ്, സോനാമാർഗ് മേഖലകളിലെ വലിയ മൗണ്ടൻ റേഞ്ചസ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഇതാണ് സാധാരണ മഞ്ഞില്ലാത്ത സമയങ്ങളിൽ കാണുന്നതും. രണ്ടും ദൃശ്യങ്ങളും പ്രേക്ഷകരൊന്ന് ശ്രദ്ധിക്കൂ. ഇത് ബൈസരൻ വാലിയുടെ മഞ്ഞുകാലത്തെ ദൃശ്യം. ആ മഞ്ഞുകാലത്ത് മഞ്ഞ് പുതച്ചു കിടക്കുന്ന ബൈസരൻ വാലി പ്രേക്ഷകർക്ക് കാണാം. ഇനി മഞ്ഞില്ലാത്ത സമയത്തും ബൈസരൻ വാലിയുടെ കാഴ്ച മനോഹരമാണ്. പച്ച പുതച്ചു കിടക്കുന്ന ബൈസരൻ വാലി, ഇടയ്ക്ക് ചെറിയ കല്ലുകളും പാറക്കെട്ടുകളും ഒക്കെയുണ്ട്. ഇത് മഞ്ഞിൽ പുതച്ചു കിടക്കുന്ന ബൈസരൻ വാലിയാണ്. ഈ പ്രദേശം മനോഹരമായ കാഴ്ചയാണ്. നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ മറ്റൊരു കാഴ്ച, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ മറ്റൊരു കാഴ്ചയാണ് ഈ ബൈസരൻ വാലിക്കുള്ളത്. മനോഹരമായ സ്ഥലമാണ്. ഇത് പഹൽഗാമിൻ്റെ ബേസ് ക്യാമ്പാണ്. ഇവിടെ നിന്നാണ് ഈ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടത്. ധാരാളം യാത്രക്കാർ, വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു പ്രദേശമാണ് ഈ പഹൽഗാം എന്ന് പറയുന്നത്. പഹൽഗാമിൽ നിന്ന് അങ്ങനെ സഞ്ചരിച്ചാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. ഇനി നമുക്ക് ആ പ്രദേശം ഒന്ന് പരിചയപ്പെട്ടാൽ, ഇവിടെ ഇതാണ് ഈ ബൈസരൻ വാലി എന്ന് പറയുന്നത്. പഹൽഗാം എന്ന് പറയുന്നത്, പഹൽഗാമിൻ്റെ വ്യൂ പോയിന്റ് ഇവിടെയാണ്. ഇവിടെ നിന്ന് ബൈസരൻ വാലിയിലേക്ക് എത്തി. ഈ പ്രദേശമാണ് നമ്മൾ നേരത്തെ കാണിച്ച ദൃശ്യങ്ങളെല്ലാം ഉള്ള മിനി സ്വിറ്റ്സർലൻഡ്. ഈ പ്രദേശത്ത് പ്രേക്ഷകർ കാണുന്നത് പോലെ ധാരാളം പൈൻ ഫോറസ്റ്റുകൾ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശമാണിത്. ഈ ബൈസരൻ വാലിയിൽ നോക്കൂ, ഇതെല്ലാം ഈ പൈൻ ഫോറസ്റ്റുകളാണ്. ഇവിടെ നിന്ന് ഏകദേശം 280 കിലോമീറ്റർ അപ്പുറത്താണ് കാർഗിൽ സെക്ടർ ഉള്ളത്. ആ കാർഗിൽ സെക്ടറിന് അപ്പുറത്താണ് ലൈൻ ഓഫ് കൺട്രോൾ ഉള്ളത്. എന്ന് പറഞ്ഞാൽ അതിർത്തിയിൽ നിന്ന് 280ഓളം കിലോമീറ്റർ ഉള്ളിലാണ് നിലവിൽ ഈ ബൈസരൻ വാലി ഉള്ളത്. ഈ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന പ്രദേശമുള്ളത്, ബൈസരൻ ഉള്ളത് ഇവിടെയാണ്. ഇന്നിപ്പോൾ ഈ പൈൻ ഫോറസ്റ്റുകൾക്കിടയിൽ നിന്ന് വളരെ പെട്ടെന്ന് പൊടുന്നനെ തീവ്രവാദികൾ തോക്കുമായി ചാടി ഇറങ്ങുകയായിരുന്നു. ഉച്ചയ്ക്ക് 12 മണിക്കും 2 മണിക്കും ഇടയിലാണ് എന്നാണ് പഹൽഗാമിൽ ഉണ്ടായിരുന്ന മലയാളി സുഹൃത്തുക്കൾ നമ്മളോട് പറഞ്ഞത്. ഈ പ്രദേശമാണ് യഥാർത്ഥത്തിൽ നമ്മളത് നോക്കിക്കാണുമ്പോൾ ഇത് മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ഈ പ്രദേശം, ആ പ്രദേശത്തിന് തൊട്ടടുത്ത് വെച്ചാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഈ പൈൻ ഫോറസ്റ്റിൽ നിന്ന് വളരെ പെട്ടെന്ന് ഈ തീവ്രവാദികൾ അവിടേക്ക് വരികയായിരുന്നു. വീണ്ടും ഞാൻ ആ ദൃശ്യങ്ങളിലേക്ക് വന്നാൽ, മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടും അവിടെ ഈ കുതിരപ്പുറത്തെത്തി ഈ മനോഹരമായ ഈ മെഡോസ് എന്ന് പറഞ്ഞ പുൽമേട്ടിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വിനോദസഞ്ചാരികളെല്ലാവരും. ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഭീകരവാദികൾ ചുറ്റുമുള്ളത്. ഈ കാണുന്ന പൈൻ ഫോറസ്റ്റ് ആണ്. ആ പൈൻ ഫോറസ്റ്റുകൾക്കിടയിൽ നിന്ന് വളരെ പെട്ടെന്ന് ഇവർ പ്രത്യക്ഷപ്പെടുന്നതും തോക്ക് ചൂണ്ടി ഇവരുടെ പേരുകൾ ചോദിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ തോക്കുകൾ ചൂണ്ടി പേര് ചോദിച്ച് ഈ പൈൻ ഫോറസ്റ്റിൽ നിന്ന് അവിടെ നിന്ന് പ്രത്യക്ഷപ്പെട്ട് തുരുതുരാ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ദൃശ്യങ്ങളെല്ലാം നമ്മളോട് പറയുന്നത് മനോഹരമായ ഒരു സ്ഥലം ഒരു ദുരന്ത ഭൂമിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എത്ര സന്തോഷത്തോടു കൂടി വന്ന ആളുകളാണ്. ഇതേപോലെ പോണിപ്പുറത്താണ് പോവുക. ഇത് റെപ്രസെൻറ്റേറ്റീവ് ഇമേജാണ്. ഇവരല്ല ഈ അപകടത്തിൽപ്പെട്ടത്. ഇവർ നേരത്തെ ഇവിടെ പഹൽഗാമിൽ നിന്ന് ഈ റൂട്ടിലേക്ക് പോയിരിക്കുന്ന ആളുകളുടെ ചിത്രങ്ങളാണ് ഇതെല്ലാം പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും.